أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم اجعل القرآن ربيع قلوبنا وشفاء صدورنا ونور أبصارنا وجلاء أحزاننا وذهاب همومنا اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا ربنا زدنا علما آمين أما بعد السلام عليكم ورحمة الله وبركاته സിസ്റ്റേഴ്സ് എൻ്റെ വോയിസ് ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ജസാക്കുമുല്ലാഹു ഖൈറൻ. സോ എന്താണ് എല്ലാവരുടെയും വിശേഷം? ഒരുപാട് നാളുകൾക്ക് ശേഷം ഐ തിങ്ക് ഒരു വർഷത്തിനേക്കാൾ ഏറെ ആയിട്ടുണ്ടാവും മിദ്റാറയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട്. ഈ ഒരു സീരീസ് എനിക്ക് തോന്നുന്നു 2024 അല്ലെങ്കിൽ 25 ബിഗിനിങ്ങിലാണോ നമ്മൾ ചെയ്തതെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ സമയത്ത്? ഇതിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ടായിരുന്നു? ഇല്ല. ഓക്കെ, അസീസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സോ ഇതൊരു ഒരു മുഹ്സിനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുഹ്സിന ഫാത്തിഹ മുഹ്സിനാണോ? ഓക്കെ, യെസ്, അൽഹംദുലില്ലാ. ഓക്കെ, അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ റബ്ബ് സാലിഹായ അമലെ സ്വീകരിക്കട്ടെ. ഈ ഒത്തുകൂടിയതും അല്ലാഹു തആല ഒരു സാലിഹായ അമലെ സ്വീകരിക്കട്ടെ. നമുക്കിത് നമ്മുടെ നല്ല റെക്കോർഡിൽ നമ്മൾ നല്ല ഏടുകളിൽ രേഖപ്പെടുത്തുന്ന അമലെ സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മളെല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെപ്പോഴും കൊതിക്കുന്ന ഒരു നമ്മൾ ദുആയിലും ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂടെ ഞങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലേ? ബീങ് എ വുമൻ, ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കാണാൻ കൊതിക്കുന്ന മുഖങ്ങളാണ് ഖദീജ ബീവിയുടേതാവട്ടെ, ആയിഷ ബീവിയുടേതാവട്ടെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൗദ ബീവിയുടെ ആവട്ടെ റളിയല്ലാഹു അൻഹുമ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആവട്ടെ, മറിയം ബീവിയുടെ ആവട്ടെ റളിയല്ലാഹു അൻഹുമ ഒക്കെയും നമ്മൾ കാണാൻ കൊതിക്കുന്ന മുഖങ്ങളാണ് അല്ലെ? സ്വർഗത്തിൽ അവരുടെ കൂടെ നമ്മളെയും ഒരുമിപ്പിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്ന ആ ഒരു അത്രയും ഖുർആൻ അല്ലാഹു തആല എടുത്തു പറഞ്ഞ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ അവരെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ആ ബുക്കാണ് നമ്മൾ അതിന്റെ ഒരു ഫസ്റ്റ് ടോപ്പിക്, അല്ലെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ആദ്യത്തെ ഉമ്മ ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. അവരുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ ബ്രീഫായിട്ട് നമ്മൾ അന്ന് ഫസ്റ്റിലത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക്, കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടേത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ടായിരുന്നു. നമ്മൾ കേട്ട കഥകളായിരിക്കാം, നിങ്ങൾ ഇന്നിപ്പോൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ട കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഇതിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. സീറ പഠിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ നമുക്കറിയാം, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾക്ക് ഓർമ്മപ്പെടുത്തൽ എപ്പോഴും ഗുണകരമാണ് അല്ലെ? ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അത് എപ്പോഴും ഉപകാരപ്രദമാണ്. സോ നമ്മൾ ജസ്റ്റ് അതൊരു ബ്രഷപ്പ്, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒരു വീണ്ടും വിചാരം, അത്രയേ ഉള്ളൂ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാൻ പോകാനോ അങ്ങനെയൊന്നുമില്ല. എന്നേക്കാൾ അറിവുള്ളവര് ഈ സദസ്സിൽ ഒരുപാട് പേരുണ്ടാവും. അൽഹംദുലില്ലാ. സോ പറഞ്ഞു വന്നത്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീവി സൗദ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. സൗദ ബിൻത് ജംഅ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഭാര്യയായ ബീവി സൗദയെ കുറിച്ചാണ് നമ്മളിന്ന്
സംസാരിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാ. സോ ഈ പേര് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു പേരല്ല, അല്ലെ? പൊതുവെ നമ്മൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏർലിയർ സ്റ്റേജസ് ഓഫ് ലൈഫ്, നുബുവ, കച്ചവടം, അല്ലെ, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഖദീജ ബീവിന്റെ ചരിത്രം നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കേൾക്കാറുതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതും ഒരുപാട് ഇൻസിഡൻസും ഒരുമിച്ച്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ്. ആ വീട്ടിൽ തന്നെയാണ് മറവ് ചെയ്തതും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ കേൾക്കുന്നു. പക്ഷെ സൗദ ബീവി റളിയല്ലാഹു അൻഹയുടെതൊക്കെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് ചിലപ്പം കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഷീ പ്ലേഡ് എ വെരി വൈറ്റൽ റോൾ ആസ് വെൽ. അൽഹംദുലില്ലാ. സോ സൗദ ബീവിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക എന്താണ്? ആയിഷ ബീവി പറഞ്ഞ കാര്യമാണ്. എന്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്? എനിക്ക് മറ്റൊരു സ്ത്രീ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് സൗദ ബീവി ആയിരുന്നു എന്നാണ്. അതായത് മറ്റൊരാളാവാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഐ വിഷ് അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു സൗദ ബീവി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ആയിഷ ബീവിക്ക് ഒരു അസൂയയോ അല്ലെങ്കിൽ ഒരു അസൂയ എന്നല്ല, ഒരു അങ്ങനെ ഉണ്ടാവില്ല, ഒരു പൊസസീവ്നെസ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരല്ലേ. പക്ഷെ അത്തരം ഫീലിങ്സ് ഒന്നും സൗദ ബീവി റളിയല്ലാഹു അൻഹയോട് ഉണ്ടായിരുന്നില്ല. പക്ഷെ മതിപ്പായിരുന്നു. അതുപോലെ എനിക്ക് ആയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഓക്കെ. സോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ത്? അല്ലാഹു തആല സ്വർഗത്തിലെ സ്ത്രീകളെ മാത്രമേ എൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് എന്താണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെല്ലാവരും ദേ ആർ വിമൻ ഓഫ് പാരഡൈസ്, സ്വർഗാവകാശികളാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം, അല്ലെ? നമ്മളെയും അല്ലാഹു തആല ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവരുടെ കൂടെ നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ച് പ്രവേശിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മളവിടെ എല്ലാവരെയും നമ്മൾ കൂടിയവരെല്ലാവരെയും നമ്മളായിട്ട് ബന്ധപ്പെട്ടവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സോ അങ്ങനെ നമ്മൾ ബാക്ക് ടു ബിബി ഖദീജ റളിയല്ലാഹു അൻഹ. മാഷാ അല്ലാഹ്. നമ്മൾ ആ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്തു, മക്കളെ പ്രസവിച്ചു, അല്ലെ? അതുപോലെ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നാളുകൾ അവരുടെ ജീവിതത്തിൽ കടന്നുപോയി. അതിനിടയിലാണ് നുബുവത്ത് ലഭിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേടിച്ച് വിറച്ച് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഭയന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്നപ്പം സമാധാനിപ്പിച്ചതും വർഖത്ത് ബിൻ നൗഫൽ എന്നുള്ള കസിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിന്റെ കൂടുതൽ ക്ലാരിറ്റി വരുത്തിയതും പ്രവാചകനാണ്, അത് ഫസ്റ്റായിട്ട് ഇസ്ലാം സ്വീകരിച്ചതും, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. പിന്നെ നുബുവത്തിന്റെ കാലം, പിന്നെ എന്താണ് കുറെ പരസ്യമായിട്ട് പ്രബോധനം നടത്തിയ കാലം, പിന്നെ ഖുറൈശികള് മക്കാരുടെ അടുത്തുനിന്ന് അവിടുത്തെ ഡിസ്ബിലീവേഴ്സിന്റെ അടുത്തുനിന്ന് ഉപരോധം നേരിടേണ്ടി വന്നതും പ്രയാസങ്ങൾ ഘട്ടത്തിലൂടെ കടന്നു പോയതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതോടുകൂടി പ്രയാസങ്ങൾ കൂടി വന്നു. പിന്നെ അതിന് പിന്നാലെ അബൂ ത്വാലിബ് അവരും കൂടെ മരണപ്പെട്ടതോടുകൂടി ആ ഒരു രക്ഷാകവചം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ലാതായി മക്കത്ത്, അല്ലെ? പീഡനങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ എന്താണ് കുറെ നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിട്ടില്ല, വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 4 പെൺമക്കളുമായിട്ട് അങ്ങനെ ജീവിച്ചു പോയതായിരുന്നു. അതിനുശേഷം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീയാണ് ആര്? സൗദ റളിയല്ലാഹു അൻഹ. സൗദ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഒരുപാടെന്ന് വെച്ചാല് നമ്മൾ ആ ഗുണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കാം, ഒന്നോ അതിലേറെ ഉണ്ടായിരിക്കാം, ചിലപ്പം ഇല്ലായിരിക്കാം. അപ്പം നമ്മളില്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട പ്രത്യേകതരം സ്വഭാവ ഗുണങ്ങളായിരുന്നു ബീവി സൗദയുടെ. ഒരു വീട്ടില് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ, ഒരു നേഷൻ, കാരണം ഇവര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്,
വെറും ഒരു 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 വീട് മാത്രമല്ല, ആ ഉമ്മത്തിനെ കൂടെ മുന്നോട്ട് നയിക്കാനുള്ള ഗുണങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടാവണം അല്ലേ? സോ രൂപം പറയുകയാണെങ്കിൽ, ഓക്കെ, ഫിസിക്കലി പറയുകയാണെങ്കിൽ നല്ല പൊക്കമുള്ള ഇരുണ്ട നിറത്തിലായിരുന്നു, ഇരുണ്ട ഒരു ഡാർക്ക് സ്കിൻ ആയിരുന്നു, അവര് കളർ കുറവായിരുന്നു. ഓക്കെ, ഇരുണ്ട നിറമായിരുന്നു, ഒരു ഹെവി ബിൽഡ് എന്നൊക്കെ പറഞ്ഞാൽ ശരീരമൊക്കെ അങ്ങനെ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ലേഡി ആയിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യുന്നതിന് മുന്നേ അവർ ഇസ്ലാമിലേക്ക് വന്നവര് മാത്രമല്ല, 2 തവണ ഹിജ്റ പോയവരായിരുന്നു. അബ്സീനിയയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കും ഹിജ്റ പോയവരായിരുന്നു. ഓക്കെ, അതായത് ആദ്യത്തെ ഭർത്താവിന്റെ കൂടെ അവരും വിധവയായിരുന്നു. ഒരു മകൻ ഉണ്ടായിരുന്നു, ഫസ്റ്റിലത്തെ ഭർത്താവിൽ നിന്നും ഒരു മകൻ, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു വന്നത് എന്താണ്? അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്ന് വെച്ചാല് സംതൃപ്തി. അള്ളാഹു കൊടുത്തതില് അവർക്ക് തൃപ്തിയായിരുന്നു. എന്ത് കാര്യത്തിലാവട്ടെ, കണ്ടന്റ്മെന്റ്. എന്താണോ എനിക്ക് തന്നത് അത് എനിക്ക് ആവശ്യത്തിന് എനിക്ക് ഉണ്ട്, അതിൽ ഞാൻ തൃപ്തിയാണ്. ആ ഒരു മനോഭാവം. പിന്നെ സാക്രിഫൈസ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ളൊരു മനസ്സ്, എന്തും വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ളവരെ സംരക്ഷിക്കുക, അവരെ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയും സൗദ ബീവിയുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതുപോലെ ആരാധന, അള്ളാഹുവായിട്ടുള്ള ആരാധനയിൽ മുഴുകുന്നൊരു പ്രകൃതമായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ. എത്ര സമയം വേണമെങ്കിലും അങ്ങനെ ഇബാദത്തിൽ മുഴുകുന്നൊരു രീതിയായിരുന്നു സൗദ ബീവി റളിയല്ലാഹു അൻഹയുടെ. ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ആയിഷ, ഓക്കെ, സൗദ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് തന്നെ ആയിഷ ബീവിയെയും അതുപോലെ സൈനബ് റളിയല്ലാഹു അൻഹ, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ ഏകദേശം ഒരു സമയം, അതായത് ഇതിന് ശേഷം സൗദ ബീവി റളിയല്ലാഹു അൻഹ ഒപ്പം ജീവിച്ച ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും സൗദ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു ഇൽ ഫീലിംഗ്, ഒരു മിസ് ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു ഈ ഒരു രീതി, അവരുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാം കൊണ്ടും ഇഷ്ടമായിരുന്നു. ഇനി അവരുടെ പാസ്റ്റിലേക്ക് നമുക്ക് പോവാണെങ്കിൽ, അവരുടെ ഉമ്മയും ഉപ്പയും രണ്ടുപേരും ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ഉമ്മ ബനു നജ്ജാർ ട്രൈബിൽ പെട്ടതും അതുപോലെ ഉപ്പ ബനു ആമിർ എന്നുള്ള ട്രൈബിൽപ്പെട്ടവരായിരുന്നു. ഫസ്റ്റിൽ അവർ വിവാഹം ചെയ്തത് അവരുടെ കസിനെ തരാൻ, സക്രാൻ ബിൻ അമർ, അവരും മുസ്ലിം ആയിരുന്നു. അതുപോലെ ഈ ഹസ്ബൻഡിന്റെ സഹോദരങ്ങൾ സുഹൈൽ, സാഹിൽ, ഹാത്തിബ്, അതുപോലെ സലീദ്, അവരൊക്കെയും സ്വഹാബാക്കളായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ പെട്ടവരായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ സൗദ ബീവി റളിയല്ലാഹു അൻഹയും അവരുടെ ആദ്യ ഭർത്താവും ഇസ്ലാമിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവര് അബസീനിയയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്, ഹിജ്റ പോയിട്ടുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്കൊരു മകനുണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ പേരുള്ള മകനുണ്ടായിരുന്നു. കുറച്ചു കാലം അവര് അബസീനിയയിൽ താമസിച്ചിരുന്നു, എന്നിട്ടാണ് പിന്നെ മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. ആ കാലഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹയും അതുപോലെ ഭർത്താവായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരും ഉണ്ടായിരുന്നു അവിടെ അബ്സീനിയയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പം സൗദ ബീവിക്കും റുഖയ്യ ബീവിക്കും റളിയല്ലാഹു അൻഹുമ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു ആ സമയത്ത്. അവരെ കെയർ ചെയ്യായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ ആ സമയത്ത്. അങ്ങനെ ആദ്യ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് തന്നെ സൗദ റളിയല്ലാഹു അൻഹ സ്വപ്നം കണ്ടിരുന്നു ഒരു പ്രാവശ്യം. എന്താണ് കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ വരെയും അവരെ ഇങ്ങനെ കഴുത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അവരുടെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അദ്ദേഹം അത് എങ്ങനെ വ്യാഖ്യാനിച്ചു? അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യും എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ഒരു സ്വപ്നം കൂടി കണ്ടു. എന്താ കണ്ടത്? ചന്ദ്രൻ അവരുടെ മടിത്തട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ മരണം അടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യും എന്നാണ് ഈ സ്വപ്നത്തിൽ എനിക്ക് മനസ്സിലാണെന്ന് പറഞ്ഞു. ഇല്ല, അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് അസുഖം പിടിപെടുകയും
മരണപ്പെടുകയും ചെയ്തു. ആ ഒരു സമയം ഈ മകനുണ്ട്, സിംഗിൾ മദർ ആയിരുന്നല്ലോ, ഒരു മകനുണ്ടല്ലോ, അവരാകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായി. ഇനിയിപ്പം ജീവിതത്തിൽ എന്ത് ഒരു അർത്ഥമില്ല എന്നുള്ള രീതിയിൽ അവരങ്ങനെ ജീവിച്ചു പോയി. ഇവരുടെ ഒരു 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 കൂട്ടുകാരിയായിരുന്നു കൗല. ഓക്കെ, കൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ. ഓക്കെ, അങ്ങനെ ഒരു ദിവസം പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇങ്ങനെ 4 മക്കളായിട്ട് അങ്ങനെ ഒരു സിംഗിൾ ഫാദറായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന കാലാണ്. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഖൗല റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുകയും വിസിറ്റ് ചെയ്യും. ഇങ്ങനെ ഒറ്റപ്പെട്ട് ഈ ഒരു 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 പെട്ടുകൊണ്ടുള്ള ഈ ഒരു ജീവിതം ഇങ്ങനെ മതിയോ, ഇനി ഒരു കൂട്ട് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സംസാരിച്ചു. മാത്രമല്ല, ഈ 4 പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്ന ഉത്തരവാദിത്വം ഒറ്റക്ക് ഏറ്റെടുക്കുന്ന എന്തിനാണ്, പിന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിൽ സങ്കടമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അവരങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് സംസാരിക്കുകയും സമാശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? അതേ സത്യമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് വേദനയുണ്ട്, അതുപോലെ ഈ മക്കളെ ഞാൻ നോക്കുകയാണ്, അങ്ങനെ ആ ഒരു ഡിസ്കഷനൊക്കെ പറഞ്ഞ സമയത്ത് ഖൗല റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു വിവാഹം കഴിച്ചുകൂടാ? അപ്പം തിരിച്ചുള്ള ചോദ്യം എന്തായിരുന്നു, ആരാണ് ഇപ്പം വിവാഹം ചെയ്യുക? കാരണം ഈ ഒരു വീടിന്റെ ഉത്തരവാദിത്വം, എൻ്റെ പെൺകുട്ടികളുടെ, എൻ്റെ മക്കളുടെ ഉത്തരവാദിത്വം ഒക്കെ ആരാണ് ഏറ്റെടുക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അതാണ്, ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആരാണ് ഏറ്റെടുക്കുക? ഈ മക്കളെയും ഈ വീടും കാര്യങ്ങളൊക്കെ ആര് ഏറ്റെടുക്കും? അപ്പോൾ ഖൗല റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ മനസ്സിലൊരാളുണ്ട്, സൗദ റളിയല്ലാഹു അൻഹ. അങ്ങനെ ആരാണ് എന്താണെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഖൗല റളിയല്ലാഹു അൻഹയുടെ ഒരു അഭിപ്രായമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അവര് വീണ്ടും സൗദ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി എന്ന് വെച്ചാല് കിട്ടുന്ന ആ ഒരു പദവിയും അവരുടെ മേൽ അള്ളാഹ് വർഷിച്ച ഈ ഒരു അനുഗ്രഹവും ഒക്കെ ഓർത്തപ്പോൾ ഒരുപാട് സന്തോഷമായി. പക്ഷെ അവർ പറഞ്ഞു, എനിക്ക് ഇതിന്റെ ഉപ്പാന്റെ അടുത്തും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഉപ്പ പ്രായമായിട്ടുണ്ടായിരുന്ന സമയമാകുമ്പോഴത്തേക്കും കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും പിതാവ് അത് കേട്ടപ്പം ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്തത്. എൻ്റെ വിധവയായ മോൾക്ക് ഇതിലും നല്ലൊരു ഭാഗ്യം വരാനില്ല, അല്ലെ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ട് എത്തിപ്പെടാന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഖൈർ തന്നെയാണ്, അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ സമ്മതത്തോടു കൂടി ഈ ഒരു വിവാഹം അങ്ങനെ നടന്നു. 400 ദിർഹംസ് കൊടുത്തിട്ടാണ്, മഹർ കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗദ ബീവിയെ വിവാഹം ചെയ്യുന്നത്. ആ സമയത്ത് സൗദ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുള്ള എന്ന പേരുള്ള സഹോദരൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു വാർത്ത കേട്ടപ്പം ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും സങ്കടവും ഒക്കെയാണ് വന്നത്. അപ്പൊ ആ ജാഹിലിയ കാലഘട്ടത്തിലെ ആ ഒരു 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 ആചാരം പോലെ, ഒരു രീതി പോലെ ഒരു മണ്ണെടുത്ത് അവരുടെ തലയിൽ തന്നെ എറിയുക, അവരുടെ ഈ നെഞ്ഞത്തടിച്ച് കരിയുക, ഇങ്ങനെ മണ്ണെടുത്തിട്ട് തലയിൽ, അതൊക്കെ ആ ഒരു ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടാത്ത കാലഘട്ടത്തിലുള്ള ആചാരങ്ങളാണല്ലോ. ദേഷ്യം വരുമ്പോൾ തല അടക്കി, അതൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും ആ ചെയ്തു പോയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര വലിയ അനുഗ്രഹമാണ് എൻ്റെ കുടുംബത്തിലേക്ക് വന്നതെന്നോർത്ത് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൗദ ബീവി റളിയല്ലാഹു അൻഹ വളരെ സന്തോഷമായിരുന്നു. കാരണം അവർക്ക് വളരെ ഹാപ്പി ആയിരുന്നു ഖദീജ ബീവിയുടെയും ആ ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവരുടെ 4 മക്കളുടെയും കൂടെ ജീവിക്കാനും ഒക്കെ വളരെ തൃപ്തിയായിരുന്നു, വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇവരുടെ കൂടെ നല്ല കൂട്ടായിട്ട്, അവരുടെ കൂടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് അങ്ങനെ ജീവിച്ചു പോയി. ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. ഞാൻ എത്ര ഭാഗ്യവതിയാണ്, എൻ്റെ ഭാവി എത്ര സുരക്ഷിതാണ്, സ്വർഗാവകാശികളിൽ ഉൾപ്പെടാന്ന് വെച്ചാൽ അതിലും വലിയൊരു ഭാഗ്യമുണ്ടോ? അങ്ങനെ പല സമയങ്ങളിലായിട്ടും അബിസീനിയയിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് അവർ ഷെയർ ചെയ്യായിരുന്നു. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് താല്പര്യത്തോടു കൂടി കേൾക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റുഖയ്യ റളിയല്ലാഹു അൻഹയും അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവരുടെ ഭർത്താവായിരുന്നു അല്ലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകള്. ദുന്നൂറൈൻ എന്നുള്ളൊരു പേര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്, അല്ലെ? ഒരു ഭാര്യ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ പിന്നീട് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു
വിവാഹം ചെയ്തിരുന്നു. ഓക്കെ. അങ്ങനെ ആ ഒരു ജോഡി എന്ന് പറയുന്നത് ഭയങ്കര ഒരു വല്ലാത്തൊരു ജോഡിയായിരുന്നു അത്ര. കാണാനും ഒക്കെയും ഭയങ്കര മാച്ചിങ്ങും ഭയങ്കര ഒരു തമ്മിൽ ഒരുപാട് സ്നേഹമുള്ള ഒരു കപ്പിളായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ആര്? റുഖയ്യ ബീവിയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഓക്കെ, എനിവേ അൻഹും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് പങ്കുവെക്കുകയും അന്ന് അവര് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും അവര് അവിടെ ഒരുമിച്ച് നിന്ന കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യായിരുന്നു. ആ കഥകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയായിരുന്നു. അത് ഒരുപാട് താല്പര്യത്തോടു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിരിക്കുകയും ചെയ്യായിരുന്നു. ഒരിക്കല് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ച് മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വന്നപ്പോൾ ഈ സഹോദരിമാരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു. സങ്കടം എന്തുകൊണ്ടാണ്? ഉമ്മ മരിച്ചതിന് ശേഷം, ഉമ്മ വഫാത്തായതിനു ശേഷം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം ആദ്യമായിട്ടാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. സന്തോഷവും അവർ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടുള്ള കണ്ടതിന് സന്തോഷം. പിന്നെ സൗദ റളിയല്ലാഹു അൻഹയും അവര് ഗ്രീറ്റ് ചെയ്തു. കാരണം അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് അടുപ്പുണ്ടായിരുന്നു അബിസിനിയയിൽ ഒരുമിച്ച് നിന്ന കാലത്തിന്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു 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 എന്താ പറയാ സ്റ്റെപ്പ് മദറായിട്ട് ഇങ്ങനെ കാണുന്നോ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം അത് വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മകളെയും ഹസ്ബൻഡിനെയും നേരിട്ട് കണ്ട സമയത്ത്. ഭയങ്കര ഒരു ഹാപ്പി സിറ്റുവേഷൻ ആയിരുന്നു അത്. മാത്രമല്ല അവിടുത്തെ അപ്ഡേറ്റ്സ് ഒക്കെയും അവര് അറിയിച്ചു കൊടുക്കായിരുന്നു. റൂളർ ഓഫ് നജാഷി അവിടെ ആ രാജാവിന്റെ അവസ്ഥയും അവിടുത്തെ പ്രോഗ്രസ്, അതായത് അബ്സിനിയയിലുള്ള സഹാബികളുടെ അവസ്ഥ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മക്കയിലെ കാര്യങ്ങൾ വളരെ വളരെ മോശമായിട്ട് പോവുകയായിരുന്നു. ഉപരോധവും അതായത് ബഹിഷ്കരണവും എല്ലാം കൂടെ ആയിട്ട് മുസ്ലിങ്ങൾക്ക് വളരെ പ്രയാസമുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു മക്കയിലെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവരെ ഭയങ്കര ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അതുപോലെ അടിച്ചമർത്തുകയും അതുപോലെ ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ ഉപരോധിക്കുകയും പട്ടിണിയുടെയും കഷ്ടപ്പാടിനെയും പറയുന്ന ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അവര് ഇല വരെ കഴിച്ചിട്ട് അവരുടെ ബവല് ഗ്രീൻ കളറിലായിരുന്നു. അത്രയും അവർക്കൊന്നും പട്ടിണി കൊണ്ട് കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. അത് അവരുടെ കയ്യിൽ അതിനുള്ള ക്യാഷോ ഒന്നും ഇല്ലായിട്ടല്ല, പക്ഷെ അവരെ ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഉപരോധിക്കുക. ഇന്നും നമ്മൾ ആ കാഴ്ചകൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കാണുന്നു അല്ലെ. ഗസയിലാവട്ടെ ഫലസ്തീനിലാവട്ടെ ഇസ്ലാമിന്റെ പേരിൽ അവര് മുസ്ലിം ആണ് എന്നുള്ള ഒരൊറ്റ പേരിൽ അവര് ഒരുപാട് യാതനകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള സകല മുസ്ലിങ്ങൾക്കും അല്ലാഹു തആല ഇസ്സത്ത് കൊടുക്കട്ടെ. അവരുടെ എല്ലാ പരീക്ഷകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ കരകയറ്റട്ടെ. ആമീൻ. ലോകത്ത് സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഇരിക്കെ അപ്പൊ കാര്യങ്ങൾ കൂടുതൽ വേഴ്സായ സമയത്ത് ആകെ ഒരൊറ്റ മാർഗം എന്താണ്? ഹിജ്റ പോവാന്നുള്ള ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ, മറ്റൊരു നാട്ടിലേക്ക് നീങ്ങുക, മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെടുക എന്നുള്ളൊരു വഴിയെ അവിടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പനയും ആ രീതിയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അള്ളാഹു തആല അതിനുള്ള ഉത്തരവ്, അതിനുള്ള സമ്മതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പവിത്രമാക്കപ്പെട്ട ഈ ഒരു യാത്രയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ഏറ്റവും അധികം വിശ്വസിക്കുകയും ചെയ്യുന്ന, ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എന്തൊരു കാര്യവും അത് സത്യമാണ് എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഏറ്റവും അടുത്ത സഹാബിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായിരുന്നു മദീനയിലേക്കുള്ള ഹിജ്റ അല്ലെ. നമുക്കറിയാം സൗർ ഗുഹയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും അവിടുന്ന് അവർ ഫേസ് ചെയ്ത പ്രയാസങ്ങളും ഒക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തതാണ്. ആ സമയത്ത് പ്രയാസപ്പെട്ടു നിന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്. ലാ തഹ്സൻ. സൂറത്ത് തൗബയിൽ അല്ലാഹു തആല ഒരു ഇൻസിഡന്റ് എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അല്ലാഹു തആല അത് അവതരിപ്പിച്ചത്. ലാ തഹ്സൻ ഇന്നല്ലാഹ കംപ്ലീറ്റഡ് ഫോർ മീ. ഇന്നല്ലാഹ
മഅന. മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. ഇന്നല്ലാഹ മഅന. നമ്മളെപ്പോഴും ഓർക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 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 ഫ്രേസാണത്. ഞാൻ എപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രേസാണത്. എന്ത് പ്രയാസം വന്നാലും ലാ തഹ്സൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. സങ്കടപ്പെടണ്ട, വേവലാതിപ്പെടണ്ട, ഇന്നല്ലാഹ മഅന. തീർച്ചയായിട്ടും അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ട്, അല്ലെ? ഇത് ഈ പറയുന്നതൊക്കെ എനിക്കുള്ള റിമൈൻഡേഴ്സ് ആണ്. ഈ പറയുന്നതൊക്കെയും എനിക്ക് ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്കും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ജീവിതത്തിന് പല ഘട്ടങ്ങളും പല പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, അതിപ്പോൾ ഈ സംസാരിക്കുന്ന ഞാനാവട്ടെ, കേൾക്കുന്ന നിങ്ങളാവട്ടെ, നമ്മൾ പലപ്പോഴും പതറി വീണു പോകാറുണ്ട്, അല്ലെ? പല അവസരങ്ങളിലും നമ്മൾ സ്ലിപ്പായി പോകാറുണ്ട്. അത് സ്വാഭാവികമാണ്. വി ആർ ബനി ആദം, ബനി ആദം, അല്ലെ? ആദം സന്തതികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടേതായ പോരായ്മകൾ ഒരുപാടുണ്ടാവും. പക്ഷെ അവിടെ നിന്നൊക്കെയും നമുക്ക് കയറി വരാനുള്ള, അല്ലെങ്കിൽ ഉയർന്ന് എഴുന്നേറ്റ് വരാനുള്ളൊരു പ്രചോദനം, ഒരു 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 മോട്ടിവേഷൻ, ഏറ്റവും വലിയ മോട്ടിവേഷനാണ് എന്ത്? അല്ലാഹു തആല നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഈ ഒരു സമാശ്വസിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എനിവേ, അങ്ങനെ ഹിജ്റ ചെയ്ത് അവരെവിടെ എത്തി? മദീനയിലേക്ക് എത്തി. മദീനയിൽ എത്തിയിട്ട് അവർ എവിടെയാണ് താമസിക്കുന്നത്? ഫേമസ് സഹാബ ആരാണത്? അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെയും നീണ്ടു നീണ്ടു പോകും. ഹി വാസ് വെരി റിച്ച്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു 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 സങ്കല്പം വേണ്ട. അതായത് നമ്മൾ റിച്ച് ആണെങ്കിൽ അതൊരു നല്ല കാര്യമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ ഇവരൊക്കെ മാതൃകയായിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ ആ ഒരു ധനം, അള്ളാഹു തആല തന്ന ആ ഒരു റിസ്ക്, ആ ഒരു ധനം, ആ ഒരു ഒരു റഹ്മ, അതെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഹൗ ഡിഡ് ഹി യൂട്ടിലൈസ്? അദ്ദേഹം ഒരു ഒരു നല്ലൊരു കച്ചവടക്കാരനായിരുന്നു, വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു കച്ചവടക്കാരൻ. എന്നിട്ടോ അത് കൂട്ടി 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 കൊണ്ടുവന്ന് അത് ദീനിന് വേണ്ടി ചെലവഴിച്ചു, അല്ലെ? അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അതുപോലെ നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ അതിനുശേഷം ഒക്കെയും ഒക്കെയും ദീന് വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടിയിട്ടും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെയും അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ധനം സ്പെൻഡ് ചെയ്തു എന്നാണ്. എനിവേ, അവരുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താമസിച്ചുണ്ട്. അങ്ങനെ അവരൊന്ന് സെറ്റിൽ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സെയ്ദ് ബിൻ ഹാരിസയും അതുപോലെ അബു റഫിയ റളിയല്ലാഹു അൻഹു അവരെ മക്കയിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചു. കുറച്ച് ഒട്ടകങ്ങളും കുറച്ച് എമൗണ്ട് ഒക്കെ കൊടുത്ത് പറഞ്ഞയച്ചു, കുറച്ച് ദിർഹമൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. എന്തിന്? ബാക്കിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ മദീനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ട്രസ്റ്റ് ചെയ്ത് ഈ രണ്ട് സഹാബികളെയും പറഞ്ഞയച്ചു. അങ്ങനെ അവര് മദീനയിൽ നിന്ന് തിരിച്ച് മദീനയിലേക്ക് പോയി. എന്നിട്ട് സൗദ ബീവിയും റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരെല്ലാവരെയും തിരിച്ച് മദീനയിലേക്ക് കൊണ്ടുവന്നു, അല്ലെ? ഉമ്മു ഐമൻ എന്ന് പറയുന്നത് ആരെ കൊണ്ടാണ്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രന്റെ ഭാര്യ റളിയല്ലാഹു അൻഹ. അവര് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ വേറൊരാളും കൂടി ആയിരുന്നു, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ആമിന ബീബിയുടെ എന്തായിരുന്നു പറയാ, ഹെൽപ്പർ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച സമയത്ത് നോക്കുകയും ശുശ്രൂഷിക്കുകയും പിന്നീട് ആമിന ബീബി വഫാത്താകുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചതൊക്കെയും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഒരു ഉമ്മാന്റെ ഒരു സ്ഥാനം തന്നെയായിരുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ. ഇനി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. പിന്നെ ഉസാമ, അവരുടെ മകൻ ഉസാമ. ഇവരൊക്കെയും ഒരുമിച്ചാണ് തിരിച്ചു വരുന്നത്, അല്ലെ? എന്നിട്ട് ഹാരിസ ബിൻ നുഅ്മാൻ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് ഇവരെ താമസിപ്പിച്ചിരുന്നത് ആ സമയത്ത് എത്തിയ ഉടനെ. അങ്ങനെ ഇതിന്റെ മുന്നേ തന്നെ, ഈ ഹിജ്റന്റെ മുന്നേ തന്നെ, മക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിരുന്നു. അപ്പം ആയിഷ ബീവിയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ, താമസിക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഉള്ള കാലം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയെയും, അതായത് ഉമർ റളിയല്ലാഹുവിന്റെ മകൾ, അല്ലെ? ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ, അതുപോലെ സൈനബ്
ബിൻ ഹജ്ജാജ് റളിയല്ലാഹു അൻഹ, അതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെയും പിന്നീടാണ് പല പല ഘട്ടങ്ങളായിട്ടും പല പല കാരണങ്ങളാലും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു കാലഘട്ടം മദീനയിൽ ഒരുപാട് ഐശ്വര്യമുള്ള കാലഘട്ടമായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇസ്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഇങ്ങനെ ജീവിക്കുകയാണ്. ആ ആ, എന്താ പറയാ, തെരുവുകളിലൂടെ വിശ്വാസികൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഒരുപാട് ഇസ്ലാമിൽ ഒരു ഫ്ലറിഷിംഗ് ടൈം, അല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ലൊരു ഒരു ഒരു സന്തോഷം ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളുടെ ഒരു 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 കാലഘട്ടം തന്നെയായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങനെയുള്ള ഒരു ശരിക്കും നമ്മൾ കാണുന്ന മദീന എന്നുള്ള ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആ ഒരു കാലഘട്ടമായിരുന്നു. മലക്കുകൾ പോലും പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ എന്താ പറയാ, അവരും കൊതിച്ചിരുന്നതാണ് ഈ ഒരു ഇസ്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്. അവരും ഒരുപാട് സന്തോഷിച്ചിരുന്നു. അവരും ഒരുപാട് എന്താ പറയാ, ഹാപ്പി ആയിരുന്നു, ഇംപ്രസ്ഡ് ആയിരുന്നു ഈ ഒരു 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 ഇസ്ലാമിന്റെ ഒരു പ്രചാരണവും ഇസ്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതും പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നതും അതും നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം. മാത്രമല്ല, മദീനയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പല തവണയായിട്ട് വിസിറ്റ് ചെയ്തിരുന്നു എന്നാണ്. അത്രയും ഒരു ഗ്ലോറിയസ് ടൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ. അങ്ങനെ എനിവേ, ഈ കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ചെയ്യുന്ന സമയം അതിനനുസരിച്ച് തന്നെ സൗദ ബീവി പ്രായമായി വരുന്നുണ്ടായിരുന്നു, അല്ലെ? സൗദ ബീവി പ്രായമായിട്ട് വരുന്നുണ്ടായിരുന്നു. പ്രായമായി വരുന്ന ഒരു ഒരു അവസ്ഥയിൽ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഡിവോഴ്സ് ചെയ്യുമോ, കാരണം ഷീസ് ഗെറ്റിംഗ് ഏജ്ഡ്, പിന്നെ യങ് ആയിട്ടുള്ള ഭാര്യമാര് വേറെ ഉണ്ട്. അപ്പം അതൊക്കെ ഓർത്തപ്പോൾ അവരെ ഡിവോഴ്സ് ചെയ്യുന്നുള്ളൊരു ചെറിയൊരു ആശങ്ക മനസ്സിൽ, ആശങ്കയല്ല, ഒരു ഒരു ഭയം, ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആഗ്രഹം മുഴുവൻ എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ട് യൗമുൽ ഖിയാമയില് അന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഉണ്ടാവണം. എനിക്ക് അന്നും റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം എന്നായിരുന്നു അവരുടെ മനസ്സിലാഗ്രഹം. അപ്പം ഈ ഒരു ഡിവോഴ്സ് നടന്നുകൂടാ എന്ന് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വസിയ, അല്ലെ? അപ്പം എല്ലാ ഭാര്യമാർക്കും തുല്യമായിട്ടുള്ള സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഒരാളെ ഫേവർ ചെയ്യും, ഒരാളെ ഫേവർ ചെയ്യാതിരിക്കും, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സൗദ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? അവർക്ക് അലോട്ട് ചെയ്ത സമയം കൂടെ ആയിഷ ബീവിക്ക് നൽകുമായിരുന്നു. ആ സമയം കൂടെ അത് ആയിഷ ബീവി എടുത്തോട്ടെ, ആയിഷ സ്പെൻഡ് ചെയ്തോട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ. അതാണ് ഞാൻ നേരത്തെ പറയാൻ കാരണം. ത്യാഗം, സംതൃപ്തി, ഇതൊക്കെ അവരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതായിരുന്നു. അവര് എന്താണോ അള്ളാഹ് അവർക്ക് കൊടുത്തത് അതില് തൃപ്തിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു ഒരു അപ്പിയറൻസ്, അവരുടെ ഒരു ഒരു അങ്ങനെ ഒരു വല്ലാതൊരു ഭംഗി ഉണ്ടായിരുന്ന ഒരു രൂപഭംഗിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, അപ്പിയറൻസിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരാളായിരുന്നില്ല. പക്ഷെ അവരൊരിക്കലും അവരെ വെച്ച്, മറ്റുള്ള ഭാര്യമാരെ വെച്ച് അവരെ കമ്പയർ ചെയ്തിരുന്നില്ല. ഇതൊന്നും നമുക്ക് പഠിക്കാൻ വലിയൊരു പാടുണ്ട്. ഒരിക്കലും എനിക്കില്ലാത്തത് ഓർത്ത് അവര് സങ്കടപ്പെട്ടിരുന്നില്ല. അതെനിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അവരെ പോലെ അല്ലല്ലോ, എനിക്ക് അത്ര ഭംഗിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അവരുടെ പോലെ യങ് അല്ലല്ലോ, അത്തരം ഒരു ഇൽ ഫീലിങ്സും ആർക്കുണ്ടായിരുന്നില്ല? സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് അള്ളാഹു തആല നൽകിയതിന് തൃപ്തിയായിരുന്നു. നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. യഥാർത്ഥ റിച്ച്നെസ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, റിച്ച്നെസ്സിന് ആ ഒരു ഒരു ഐശ്വര്യം, അല്ലെങ്കിൽ ആ ഒരു പ്രതാപം എന്നൊക്കെ പറയുന്നത്, എനിക്ക് ഈ ഭൂമിയിൽ എന്ത് ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഞാൻ എത്ര സന്തോഷവതിയാണ്, എനിക്ക് ഉള്ളതില് ഞാൻ എത്ര സംതൃപ്തിയാണ് എന്നുള്ളതിലാണ്. അത് നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ പിന്നെ ഉണ്ട്, എനിക്ക് ഇനിയും വേണം, അല്ലെങ്കിൽ എനിക്ക് അതില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത അല്ല.
അല്ലെങ്കിൽ എനിക്കിതൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ ഭയങ്കര റിച്ചാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഐശ്വര്യം, ആ ഒരു ചിന്ത അല്ല. പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് അള്ളാഹു താല തന്നതിൽ ഞാൻ എത്രത്തോളം സന്തോഷവതിയാണ്, എനിക്ക് എത്രത്തോളം തൃപ്തിയുണ്ട്, അള്ളാഹു എനിക്ക് തന്നത് ഇത്രയാണ്, അപ്പൊ ഞാൻ അതിൽ തൃപ്തിപ്പെടുകയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ളൊരു റിച്ച്നെസ്, അല്ലെങ്കിൽ അള്ളാഹു താല നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഒരു തൃപ്തി. അപ്പൊ നമുക്ക് എന്താണോ ഉള്ളത് നമ്മൾ അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖള എന്താണ്, അതിൽ നമ്മൾ തൃപ്തിപ്പെടുക. പലപ്പോഴും നമുക്ക് അവിടെ ഒരു, എന്റെ വിഷയത്തിൽ പറയുകയാണെങ്കിലും ചില സമയത്തൊക്കെ അതില് ഒരു 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 എന്താ പറയാ, ഇമാൻ അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ അല്ലെ, ഇമാൻ അങ്ങനെയാണല്ലോ. നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലെവൽ ഓഫ് ഇമാൻ അല്ലാന്ന് നമുക്ക് തന്നെ അറിയാം. നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്, പല സഹാബികളും അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അത് അങ്ങനെയാണ്, മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് തന്നതില് നമ്മൾ തൃപ്തിപ്പെടണം എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കണം. അപ്പൊ ആ ഒരു സ്വഭാവ ഗുണം ആർക്കുണ്ടായിരുന്നു, സൗദ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു ഹദീസ് ഖുദ്സിയിൽ നമുക്ക് കാണാം അള്ളാഹു തആല പറയുന്നത്, ഓ ആദം സന്തതികളെ, നിങ്ങൾ എന്നെ ആരാധിക്കാൻ വേണ്ടി നിങ്ങളെ മറ്റുള്ള എല്ലാ ശുഗലുണ്ടാവല്ലോ, മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക. empty yourself. നിങ്ങൾ മറ്റുള്ള എല്ലാ, നമ്മൾ എന്താ പറയുക, നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ എല്ലാ ചൊറ അല്ലെ, ചൊറ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷുഗൽ എന്നുള്ള അറബിക് വാക്കുന്നായിരിക്കാം ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക, അതിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ടോ ആ സമയത്ത് നിങ്ങളുടെ നെഞ്ചിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ എന്ത് നിറച്ചു തരും, സംതൃപ്തി, കണ്ടെയ്ൻമെന്റ്, അത് നിറച്ചു തരുന്നതാണല്ലോ പറയുന്നത് അല്ലെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹു താലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മനസ്സറിഞ്ഞ് നമ്മൾ ഇബാദത്ത് എടുക്കുകയാണെങ്കിൽ അള്ളാഹു താല നമ്മുടെ മനസ്സിൽ എന്ത് നിറച്ചു തരും, സംതൃപ്തി നിറച്ചു തരും. അത് നിങ്ങൾക്ക് മതിയാവും. അള്ളാഹു താല പറയാണ്, ഞാൻ നിങ്ങൾക്ക് അതിൽ അത്രയും മതിയാകും, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അതിൽ നിറവേറുകയും ചെയ്യും. ഫുൾഫിൽ യുവർ നീഡ്സ്, എല്ലാ ആവശ്യങ്ങളും അതിൽ നിറവേറുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എങ്കിൽ, അതായത് നമ്മളിതിൽ തൃപ്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തിൽ നമ്മൾ അതിൽ വീഴ്ച വരുത്തുന്നു എങ്കിൽ, നിങ്ങൾ ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഓടി നടന്ന് കൂടുതൽ മറ്റുള്ളവർക്ക് ഉള്ളതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, അവർക്കതുണ്ടല്ലോ എനിക്ക് എന്താ ഇല്ലാത്തത് എന്നുള്ളൊരു ചിന്ത. ചിലപ്പോൾ അത് അസൂയ ആയിക്കോണമെന്നില്ല, അസൂയാണ് പേര് പറയാൻ വേണ്ട. ഹസദ് വിറക് തീ വിറകിനെ തിന്നുന്നത് പോലെ നമ്മുടെ അമലുകൾ നശിപ്പിക്കുന്നത് നമ്മൾ കുഞ്ഞുനാൾ മദർസിൽ പഠിക്കുന്ന ഹദീസാണ് അല്ലെ. പക്ഷെ എങ്കിൽ പോലും അസൂയ അല്ലെങ്കിൽ പോലും എനിക്കും അത് വേണം, അവർക്കുള്ളത് എനിക്കും വേണം, എനിക്കത് മതിയായില്ല എന്നുള്ള ഈ ഒരു ചിന്ത വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലുണ്ടാവുക, എനിക്ക് ഇനിയും വേണം എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഫീലിംഗ് ആർക്കുണ്ടായിരുന്നില്ല, സൗദ ബീവിക്ക് ഉണ്ടായിരുന്നില്ല. മറ്റുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റുള്ള ഭാര്യമാർക്ക് ഇന്നതെന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെന്നേക്കാൾ ബ്യൂട്ടിഫുൾ ആണല്ലോ, എന്നെക്കാൾ യങ് ആണല്ലോ, ഞാൻ എന്ത് ചെയ്യും, അത്തരം ചിന്തകൾ ആർക്കുണ്ടായിരുന്നില്ല, സൗദ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു പറയാ, ഞാൻ എന്റെ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ ചെലവഴിച്ചോണം, എന്റെ സമയം കൂടെ ആയിഷെടുത്തോട്ടെ റളിയല്ലാഹു അൻഹ. അത്രയും ഒരു 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 അത് എനിക്കൊരു കുഴപ്പമില്ല, ഷീസ് ഹാപ്പി വിത്ത് വാട്ട് ഷീ ഇസ്. അത്തരമുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു സാധുവായിരുന്നു, ഒരു നല്ലൊരു സ്ത്രീ ആയിരുന്നു നമ്മുടെ ഉമ്മയായിരുന്ന സൗദ റളിയല്ലാഹു അൻഹ. എനിവേ, അപ്പോൾ ഈ ഒരു ഭയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർക്കൊരു പേടി ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡിവേഴ്സ് ചെയ്യുമെന്നുള്ള. ആ സമയത്താണ് സൂറത്തുൻ നിസായിലെ ആയത്ത് വരുന്നത്. അതായത് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൽ നിന്നും എന്തെങ്കിലും രീതിയിലുള്ള ക്രൂവാലിറ്റി, എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു പിന്നെ ഉപദ്രവമോ, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കും എന്നുള്ള പേടിയോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവര് അവരുടെ ഇടയിൽ സമാധാനത്തിൽ ജീവിച്ചു പോട്ടെ. ആ സമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ, അതാണ് ഉത്തമം. അതായത് നമ്മൾ പറയില്ലേ, നല്ല രമ്യതയിൽ പോട്ടെ, നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പോട്ടെ, നല്ല രീതിയിൽ വാക്കാലെ അല്ലെങ്കിൽ അവർ തമ്മിലൊരു വ്യവസ്ഥ ആവട്ടെ നമ്മൾ പറയല്ലോ, പൊതുവെ നമ്മൾ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് വ്യവസ്ഥ ആക്കി കളയാം, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം. അതുപോലെ അങ്ങനെ സമാധാനത്തിലാവട്ടെ, അതായത് അങ്ങനെ ഒന്നും ചെയ്യരുത് ഒരു മെസ്സേജാണ് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു 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 അതായത് ആരും ചെയ്യാത്തൊരു കാര്യമാണല്ലോ, എന്റെ സമയം കൂടെ അവരെടുത്തോട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രവൃത്തി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയൊരു കാര്യമായിരുന്നു. ഭയങ്കരമായിട്ട് അതും കൂടെ ആയപ്പം അവര് വീണ്ടും ഒന്നും കൂടി അടുക്കുകയാണ് ചെയ്തത് അല്ലെ, ഒന്നും കൂടെ തമ്മിൽ ഒന്നും കൂടെ ചേർന്ന് നിൽക്കുകയാണ്, ഒന്നും കൂടെ സ്നേഹം കൂടുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ ഹൃദയങ്ങൾ, സൗദ റളിയല്ലാഹു അൻഹയുടെ ഹൃദയം, ഷി വാസ് വെരി പ്യുവർ, മനസ്സ് വളരെ ശുദ്ധമായിരുന്നു. അങ്ങനത്തെ ഒരു കുശുമ്പോ അല്ലെങ്കിൽ
അങ്ങനത്തെ ഒരു ഇൽ തോട്ട്സ് ഒന്നും ഇല്ലാത്തൊരു ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു. പിന്നെ തമാശക്കാരിയായിരുന്നു. സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളായിരുന്നു. അതിന്റെ ഒന്ന് രണ്ട് ഇൻസിഡൻസ് നമുക്ക് നോക്കാം. ഒരു പ്രാവശ്യം രാത്രി നമസ്കാരം തഹജ്ജുദ് നിസ്കരിക്കായിരുന്നു. ആരുടെ കൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പിന്നെ രാത്രി നമസ്കരിക്കായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം നമുക്കറിയാലോ, അത്രയും ദൈർഘ്യമേറിയ പിന്നെ ഖിയാമും അതുപോലെ റുക്കുവും സുജൂദൊക്കെയാണ്. അങ്ങനെ സുജൂദിൽ നിന്ന് ഒരുപാട് സമയം സുജൂദിൽ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പിറ്റേന്ന് രാവിലെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണത്രേ, യാ റസൂലല്ലാഹ്, ഇന്നലെ ഒരുപാട് നീണ്ട സുജൂദായിരുന്നു. സുജൂദ് ചെയ്ത് ഞാൻ വിചാരിച്ചു എന്റെ മൂക്ക് അതിനിടയിലുള്ള ആ ഞരമ്പ് പൊട്ടിയിട്ട് ബ്ലഡ് വരുന്ന പേടിച്ചിട്ട് ഞാൻ മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് സുജൂദ് ചെയ്തത്. അപ്പൊ ഈ ഒരു ആ ഒരു പറഞ്ഞ ശൈലിയും ആ ഒരു ചെയ്ത ഒരു രംഗവും ആലോചിച്ചപ്പോൾ റസൂലിന് വരെ ചിരി വന്നു പോയി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു സിമ്പിൾ പേഴ്സണാലിറ്റി ആയിരുന്നു. അങ്ങനത്തെ ഒരു ആളായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഹജ്ജിന് പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് പോയ സമയത്ത് സൗദ റളിയല്ലാഹു അൻഹ പ്രായമായി വരുന്നുണ്ടല്ലോ. അങ്ങനെ പതിയെ മെല്ലെ ആയിരുന്നു നടക്കല്. അപ്പം ആ ഒരു മുസ്ദലിഫയിലത്തെ ആ ഒരു അവിടുന്ന് പോകുന്ന സമയത്ത്, തിരിച്ചു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിച്ചു, ഞാൻ കുറച്ചും കൂടെ നേരത്തെ പോയിക്കോട്ടെ, കാരണം അവിടെ തിരക്കൊക്കെ കൂടുന്നതിന് മുന്നേ തിക്കിലൊക്കെ പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പോയിക്കോട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിക്കുകയും ചെയ്തു. അപ്പം പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കും അവരുടെ കൂടെ തന്നെ പോയാൽ മതിയായിരുന്നു. കാരണം അത്രയും ഇഷ്ടമായിരുന്നു അവരുടെ കൂടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യൽ. ആയിഷ ബീവിക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. പിന്നെ ഒരു ഇൻസിഡന്റ് ദജ്ജാലിനെ കുറിച്ച് ആദ്യം കേട്ട സമയത്ത് സൗദ റളിയല്ലാഹു അൻഹ ഭയങ്കര പേടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് തന്നെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് ഈ പേടിനെ കുറിച്ച് അറിയാതെ അങ്ങനെ അവരെങ്ങനെ കളിയാക്കുക എന്നല്ല, തമാശയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ അതുപോലെ ഹഫ്സ റളിയല്ലാഹു അൻഹയും കൂടെ ദജ്ജാലിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ചു. ഇവരുടെ സൗദ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ നിന്ന് ഇക്കാര്യം പറഞ്ഞ് പേടിച്ചിട്ട് സൗദ റളിയല്ലാഹു അൻഹ ഓടിപ്പോവാണ്. ഒരു ഇരുട്ടുള്ള ഒരു റൂമിലേക്ക് ഓടിപ്പോവാണ്. അവിടെ നിറച്ചും ഈ മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദജ്ജാൽ ഇപ്പം വരും എന്നുള്ള ഒരു പേടി കാരണം, അത്ര ഇന്നസെന്റ് ആയിരുന്നു ആ പേടി കാരണം. അപ്പൊ ഇത് കണ്ടപ്പം ഇവര് രണ്ടുപേരും നിന്ന് ചിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ എന്താ സംഭവിച്ചെന്ന് അറിയാതെ റസൂൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരിങ്ങനെ പേടിച്ചു പോയിരിക്കും. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്താ കാര്യം എന്ന് ഞാൻ പേടിച്ചു പോയി. അന്നേരം പറഞ്ഞില്ല, അതിപ്പോഴല്ല അത് ഈ ഒരു കാലത്തല്ല സൗദ, പേടിക്കേണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് ചിരിച്ചു എന്നാ പറഞ്ഞത് സൗദ റളിയല്ലാഹു അൻഹ. ഷീസ് ലാഫ്ഡ് ആഫ്റ്റർ ഹിയറിംഗ് ദിസ്. അപ്പം അത്തരം ഒരു എന്താ പറയാ ഒരു ക്യാരക്ടർ ആയിരുന്നു സൗദ റളിയല്ലാഹു അൻഹയുടെ. പിന്നെ നമുക്ക് ചരിത്രത്തിൽ ഒരു കാര്യം കാണാൻ പറ്റുന്നത് എന്താ വെച്ചാല്, ബദറിന്റെ സമയത്ത് വിജയിച്ച് അവിടുന്ന് യുദ്ധത്തില് ഈ എന്താ പറയാ തടങ്കില് ആക്കുന്നവരുണ്ടാവുമല്ലോ, അതായത് ഓപ്പോസിറ്റ് എനിമി മിലിറ്ററിയിൽ ഉള്ള ട്രൂപ്പിലുള്ള ആളുകളെ പിടിച്ച് ഈ യുദ്ധത്തിന്റെ സമയത്ത് അവരെ പിടിച്ചു കൊണ്ടുപോകുമല്ലോ. അപ്പം അവരെ ഒരുപാട് പ്രിസണേഴ്സ് ഉണ്ടായിരുന്നു മദീനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബദർ യുദ്ധം കഴിഞ്ഞ സമയത്ത്. അതില് സുഹൈൽ ബിൻ അംർ, അതായത് സൗദ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവിന്റെ സഹോദരൻ, അവരുണ്ടായിരുന്നു. അവരൊന്നും മുസ്ലിം അല്ല. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത്, അതായത് മദീനയിലേക്കുള്ള യാത്രയുടെ ഇടയിൽ അവർക്ക് എന്താണ് റിലീവ് ചെയ്യണം, അതായത് എനിക്ക് ഒന്ന് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ പിടിച്ചു കൊണ്ടുപോകുന്ന ആളടുത്ത് പറഞ്ഞു എനിക്കൊന്ന് കുറച്ച് സമയം വേണം. പക്ഷെ ആ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്തു, അവരോടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. ഈ ഒരു വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിച്ചപ്പം എന്ത് പറഞ്ഞു, ആർമിയുടെ അടുത്ത് പറഞ്ഞു, ഇല്ല, ആരെയും അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്, അങ്ങനെ ഓടിപ്പോയവരെ പിന്നെ പിടിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ എവിടെയാണോ കാണുന്നത് അവിടെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഓർഡർ കൊടുത്തു. അങ്ങനെ ഈ മുജാഹിദീൻ എന്ന് പറയുന്നത് ഈ ജിഹാദിന് വേണ്ടിയിട്ട്, അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ട് യുദ്ധ പോരാളികൾ അവരെന്ത് ചെയ്തു, എല്ലായിടത്തും തിരയാൻ തുടങ്ങി. അങ്ങനെ ഒരു മരത്തിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നത് ഇവര് കണ്ടു. അങ്ങനെ പിന്നെ കഴുത്തിന്റെ അവിടം വരെ കൈ
കൂട്ടിക്കെട്ടിയിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവരെ പിടിച്ചു കൊണ്ടുവന്നത് തിരിച്ച് മദീനയിലേക്ക്. അപ്പൊ ഇത് കണ്ട സമയത്ത് സഹോദരങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിനുള്ളിൽ സങ്കടം വന്നു. അറിയാതെ അങ്ങ് വന്നുപോയി. അതായത് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നേക്കാൾ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ, ഷെയിംഫുൾ ആയിട്ട് ഇത്രയും നാണം കെട്ടൊരു ജീവിതം, നാണം കെട്ടൊരു ദിവസം, അതായത് ഇങ്ങനെയും പിടിച്ചു കൊണ്ടുവരല്ലേ, അപ്പൊ ഇങ്ങനത്തെ ഒരു ദിവസം ജീവിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്, അവന് നല്ലത് ഒരു എന്താ പറയാ, ഒരു നോബിൾ ഡെത്ത്, അതായത് അല്ലാത്ത നല്ലൊരു മരണമായിരുന്നു ഈ ഒരു അവസ്ഥയേക്കാൾ നല്ലതെന്ന് അറിയാതെ വന്നു പോയതാണ്. അപ്പം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതപ്പം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ നിന്ന് അങ്ങനെ പിടിക്കപ്പെട്ട, അതായത് അവരുടെ എതിരെ യുദ്ധം ചെയ്തിട്ട് അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന ഒരാളെ പറ്റിയാണോ ഈ പറയുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരുടെ എതിരെ ഫൈറ്റ് ചെയ്ത ഒരാളെ കൊണ്ടാണോ അങ്ങനെ നല്ലൊരു മരണം വേണ്ടിയിരുന്നു പറയാം. അപ്പൊ ഇത് കേട്ടപ്പം വല്ലാതെ വഷളായി. സദർ ഭയങ്കരമായിട്ട് വിഷമായി. അപ്പൊ തന്നെ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഇല്ല, എനിക്കത് എന്റെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. എന്റെ മൈൻഡിൽ വന്നത് പറഞ്ഞു പോയതാണ്. തീർച്ചയായിട്ടും ഞാൻ അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറയുന്നത് അത് അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. എന്തെങ്കിലും രീതിയിൽ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് സൗദാണ് പറഞ്ഞു. അപ്പം ജസ്റ്റ് ചിരിക്കുകയും മാത്രല്ല അതൊരു ഒരു ഒരു വീണ്ടും വിചാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, വീണ്ടും ചിന്തിച്ചിട്ട് പറഞ്ഞു, എല്ലാ ഇങ്ങനെ യുദ്ധത്തിൽ നിന്നും കൊണ്ടുവരുന്ന എല്ലാ പ്രിസണേഴ്സിനെയും നിങ്ങൾ നല്ല രീതിയിൽ അവരെ കൺസിഡർ ചെയ്യണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം, മാന്യതയോട് കൂടിയിട്ട് വേണം അവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വാക്ക് കാരണമാണ് അതായത് സൗദ റളിയല്ലാഹുവിന്റെ ഈ ഒരു പെട്ടെന്നുള്ള മനസ്സിലൊന്നുമില്ല, സാധുവാണ് നമ്മൾ പറഞ്ഞല്ലോ, അപ്പം ആ ഒരു ഇന്നസെൻസ് കൊണ്ടായിരിക്കണം വായന്ന് അങ്ങ് വന്നു പോയത്. പക്ഷെ ആ പറഞ്ഞത് കാരണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് സഹാബികളോട് പറഞ്ഞു, നിങ്ങൾ നല്ല രീതിയിൽ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യായിരുന്നു, ആ ഒരു വാക്ക് കേട്ടതോടു കൂടി ഈ സഹാബികൾ എന്ത് ചെയ്യായിരുന്നു, ഇങ്ങനെ തുറങ്കിൽ അടക്കപ്പെട്ടവരുണ്ടെങ്കിൽ ആദ്യം അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പിന്നീട് ഇവർ കഴിക്കുള്ളായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ ആണല്ലോ, സഹാബികൾ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതിന്റെ ഒരു പടി മുന്നോട്ടെന്നല്ലാതെ പറയുന്നതിന് ബാക്കോട്ട് അവര് ചെയ്യില്ലായിരുന്നല്ലോ. അത്രയും. അപ്പം ഈ ഒരു ഇങ്ങനത്തെ ഒരു നല്ലൊരു ഒരു പെരുമാറ്റത്തോടു കൂടിയിട്ട്, ഈ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അതിൽ ഇവരും പെട്ടു. ഈ പറഞ്ഞ ആദ്യത്തെ ഭർത്താവിന്റെ സഹോദരനും അവർ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഹജ്ജത്തുൽ വിദാഇന് ശേഷം ലാസ്റ്റ് ഹജ്ജ് ഉണ്ടല്ലോ, ആ ഹജ്ജിന് ശേഷം അള്ളാഹു തആലയുടെ കൽപ്പന പ്രകാരം ഭാര്യമാരോട് എന്ത് പറഞ്ഞു? വീട്ടിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സ്റ്റേ ഇൻ ഹോംസ് എന്നുള്ള ആയത്ത് ഇറങ്ങിയ സമയത്ത് അതുപോലെ ഭാര്യമാരെടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇനി വീട്ടിൽ തന്നെ താമസിക്കുക. അതുകൊണ്ട് തന്നെ പിന്നീട് സൗദ റളിയല്ലാഹു അൻഹയും സൈനബ് റളിയല്ലാഹു അൻഹയും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എങ്ങോട്ടും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരവരുടെ വീടുകളിൽ തന്നെ നിൽക്കുകയായിരുന്നു ചെയ്തത്, അല്ലെ? കാരണം അവര് എന്തായാലും പിന്നെ ഹജ്ജിനും ഉംറയ്ക്കൊന്നും അവര് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഹജ്ജിനും ഉംറയ്ക്കും പോയവരായിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന അവര് അംഗീകരിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യായിരുന്നു. സൗദ റളിയല്ലാഹു അൻഹ വളരെ ദാനം കൊടുക്കുന്ന ഒരാളായിരുന്നു. ഷി വാസ് വെരി ജനറസ്. ഓക്കെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു ദിവസം അവർക്ക് ഒരു സഞ്ചി നിറയെ ദിർഹം കൊടുത്തയച്ചു. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിങ്ങനെ ദിർഹാണെന്ന് പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഓർത്തത് ഈത്തപ്പഴം പാക്ക് ചെയ്തതാണ്, ഒരു സഞ്ചിയിൽ ഈത്തപ്പഴം പാക്ക് ചെയ്തതാണെന്ന് വിചാരിച്ചു, അങ്ങനെ തമാശ പറഞ്ഞു എന്നാ പറഞ്ഞു. എന്നിട്ട് ഈ കിട്ടിയതൊക്കെയും അവര് പാവങ്ങൾക്ക് ദാനം ചെയ്തു. അത്തരം ഒരു ക്യാരക്ടറായിരുന്നു പറഞ്ഞു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവർക്ക് തൃപ്തി ആക്കി കൊടുക്കുക, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവരെ ശ്രദ്ധിക്കുക, അവരെ കെയർ ചെയ്യുക, ഇത്തരം കാര്യങ്ങളിൽ അവർ വളരെ മുൻപന്തിയിലായിരുന്നു. നമുക്ക് 5 ഒതന്റിക് ഹദീസുകളാണ് സൗദ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഈ ആടുകളുടെ തൊലി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്
സൗദ റളിയല്ലാഹു അൻഹ ആണ് ആ ഹദീസ് നമുക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഒരു ആട് ചത്തുപോയതാണെങ്കിലും ഒക്കെ അതിനെ അറുക്കല്ല, ചത്തുപോയാലും അതിന്റെ സ്കിന്ന് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചിരുന്നത് സൗദ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അതുപോലെ ഒരു പ്രാവശ്യം ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരികയും അവരുടെ സുഖമില്ലാത്തല്ല, പ്രായം ചെന്ന ഉപ്പാക്ക് വേണ്ടിയിട്ട് അവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. ഈ പിതാവിന് ഒട്ടും വയ്യ, അവർക്ക് അങ്ങനത്തെ ഒരു യാത്രയൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയും പ്രായമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, പിതാവിന് എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ അത് വിടുമോ? അപ്പൊ ആ ആള് പറഞ്ഞു അതെ വിടും. അപ്പം പറഞ്ഞു, അള്ളാഹു താല ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്, അതുകൊണ്ട് നിങ്ങളുടെ പിതാവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാം. അപ്പം ആ ഒരു അറിവും നമുക്ക് ആരിൽ കൂടെയാണ് കിട്ടുന്നത്? സൗദ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം വന്ന ഓരോ ഖലീഫമാരും അവര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പദവി കൊടുത്തിരുന്നു, ഒരുപാട് ഡിഗ്നിറ്റി കൊടുത്തിരുന്നു, കെയർ കൊടുത്തിരുന്നു. അവരുടെ കാര്യങ്ങളിലൊക്കെയും അന്വേഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 80 വയസ്സ് വരെ സൗദ റളിയല്ലാഹു അൻഹ ജീവിച്ചു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് സൗദ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതും ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യുന്നതും. അപ്പം ഇതൊക്കെയാണ് നമുക്ക് സൗദ റളിയല്ലാഹു അൻഹയിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവരുടെ ആ ഒരു ക്യാരക്ടറിൽ നിന്നും നമുക്ക് എന്തൊക്കെ സ്വീകരിക്കാം, നമുക്ക് എന്തൊക്കെ അവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനുണ്ടെന്നുള്ളതിന്റെ ഒരു പാഠപുസ്തകമാണ് സൗദ റളിയല്ലാഹു അൻഹ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അവരുടെ ഏറ്റവും വലിയ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ പറ. ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറ. എന്തായിരുന്നു? നമ്മൾ ഇത്രയും നേരം നിങ്ങൾ തന്നെ കേട്ടു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഷി വാസ് സംതൃപ്തി. അതെ, ബറക്കല്ലാഹു ഫീക് സബ്ന. അവര് കൊടുത്തതിൽ അവര് തൃപ്തിയായിരുന്നു. ഷി വാസ് കണ്ടന്റ് വിത്ത് വാട്ട് ഷി ഹാഡ്. എനിക്ക് പിന്നെ ജനറസ് ആയിരുന്നു. ബറക്കല്ലാഹു ഫീക് റമീസ് ഫാത്തിമ. അവര് ഉള്ളതൊക്കെയും എന്താണ്? അവര് ദാനം ചെയ്യായിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ തൃപ്തി. അതെ, അള്ളാഹുവിന്റെ തൃപ്തി വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, വളരെ വലിയൊരു കാര്യമാണ്. എന്തുണ്ടെങ്കിലും അവർക്ക് തൃപ്തിയായിരുന്നു അല്ലെ? റബ്ബില് അവര് റീദ അല്ലെ? അള്ളാഹുവിന്റെ ഖളായിലുള്ള റീദ. അതെ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള മനസ്സ് ത്യാഗം ചെയ്തിരുന്നു. അതെ, അവരുടെ സമയം കൂടെ അവര് ആയിഷ ബീവിക്ക് കൊടുത്തു എന്നാണ്. ആരും ചെയ്യാത്തൊരു കാര്യമാണ് അല്ലെ? അവർക്കുള്ളതെന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഷി വാസ് റെഡി ടു ഡു ദാറ്റ്. അപ്പൊ ഇതൊന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണ്? എനിക്കിതില്ലല്ലോ, അവർക്കതുണ്ടല്ലോ. അത് അസൂയപ്പെടാന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പക്ഷെ നമ്മളാണെങ്കിലും ചിന്തിക്കുമോ, എനിക്കത് ഇല്ലാതായിപ്പോയല്ലോ? വേണ്ട. അള്ളാഹു താല നമുക്ക് തന്നിട്ടുണ്ടോ? അൽഹംദുലില്ലാ. തന്നിട്ടില്ലേ? അൽഹംദുലില്ലാ. നമുക്കതായിരിക്കും ഖൈർ. അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ തൃപ്തിപ്പെടുക അല്ലെ? അള്ളാഹുവിന്റെ ഖളായില് തൃപ്തി ഉള്ളവരുടെ കൂട്ടത്തില് അള്ളാഹു താല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ല, ഈ പറഞ്ഞ ഞാനാണ് പോലും, നമുക്ക് പലപ്പോഴും നമുക്ക് താങ്ങാൻ കഴിയില്ല ചില കാര്യങ്ങൾ. നമുക്ക് മനസ്സുകൊണ്ട് തിട്ടപ്പെടുത്താൻ പറ്റാത്തൊരു അവസ്ഥ ചില സമയത്തൊക്കെ വരാറുണ്ട് അല്ലേ? നമ്മളും മനുഷ്യരാണ്, നമുക്ക് അത് സ്വാഭാവികമായിട്ടും വന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം അല്ലെ? അള്ളാഹുവേ, നിന്റെ വിധിയില്, നിന്റെ ഖളായില് തൃപ്തി ഉള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ, അതിലെനിക്ക് തൃപ്തി തരണം. കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ വിധിയിൽ നമുക്ക് എന്ത് വരില്ല? സമാധാനം നമുക്ക് ചിലപ്പം കിട്ടിക്കൊള്ളുന്നില്ല അല്ലെ? ചില സമയത്ത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം അതിനൊരു ദുആ, അല്ലാഹുമ്മ ജഅൽനി റാദിയൻ ബിഖളാഇക വമാ ഖുസിമ ലി. അല്ലാഹുവേ, നീ എന്റെ വിധിയിൽ എനിക്ക് തൃപ്തി തരണേ. എനിക്ക് എന്താണോ വെച്ചത് അതിൽ എനിക്ക് തൃപ്തി തരണേ അല്ലെ? അപ്പം നമുക്ക് അത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വെക്കാം. അല്ലാഹു തആല നമുക്ക് ഖൈറ് നൽകട്ടെ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. ആമീൻ. എല്ലാ കാര്യത്തിലും എളുപ്പം നൽകട്ടെ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തില്, പറഞ്ഞ ഞാനാണെങ്കിലും. അല്ലാഹു തആല ശിഫ നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല മാറ്റി തരട്ടെ. ഈ ഒരു സദസ്സ്
അള്ളാഹു താല സ്വീകരിക്കട്ടെ. അതിൽ വന്ന പോരായ്മകളും എല്ലാ കാര്യങ്ങളും അള്ളാഹു താല പുറത്തു തരട്ടെ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഹൈർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു താല അതിന്റെ ഫضല് കൊണ്ട് മാത്രമാണ്. അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കാണ്. അപ്പൊ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരിക. ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും ഈ ഒരു സീരീസ് അടുത്ത മാസം, അതിനടുത്ത മാസം കണ്ടിന്യൂ ചെയ്യാം. അടുത്തതാരാണ്? അടുത്ത ആരെ കുറിച്ചായിരിക്കും? ഏത് ഉമ്മയെ കുറിച്ചായിരിക്കും അടുത്ത്? നിങ്ങൾ ഗസ് ചെയ്യൂ. ആരെ കുറിച്ചായിരിക്കും നമുക്ക് ഇനി പറയാനുണ്ടാവുക? ആ യെസ്, ആയിഷ ബീവിയെ കുറിച്ചാണ് റളിയല്ലാഹു അൻഹ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? നമുക്ക് മാതൃകയാക്കാനും ഉണ്ട് ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിലൂടെ വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.